നമ്മൾ റെഡ് ടൈൽ ജയൻറ്റ് ഗൗരാമികളെ വാങ്ങിയ ഫാം നമ്മൾ വീണ്ടും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെടുത്ത ഐറ്റംസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസ് നമ്മൾ നമ്മുടെ ജയൻറ്റ് ഗൗരാമി കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ ആദ്യത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നത് ആൽബിനോ ജയൻറ്റ് ഗൗരാമി കുറച്ച് സൈസ് ഉള്ളതാണ്. ഏകദേശം ഒരു 3.5-4 ഇഞ്ച് സൈസ് വരുന്നതാണ്. അതിന് ഞാൻ ഒറ്റയ്ക്ക് ഇട്ട് കുറച്ച് സൈസ് കൂടുതലായതുകൊണ്ട് പിന്നെ നമ്മളിത് എല്ലാത്തിനെയും ഇൻഡോർ താൽക്കാലികമായിട്ട് കണ്ടീഷൻ ചെയ്യാനായിട്ട് വെച്ചേക്കാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഔട്ട്ഡോർ നമ്മുടെ ടബ്ബുകളിലേക്കൊക്കെ ഇട്ട് മാറ്റും. കുറച്ച് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനുണ്ട്. ഈ കാണുന്ന രണ്ടാമത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നത് ആൽബിനോ ജയൻറ്റ് ഗൗരാമികൾ തന്നെയാണ്. പക്ഷേ കുറച്ച് ചെറിയ സൈസാണ്. ഏകദേശം ഒരു 2 ഇഞ്ച് 2-2.5 ഇഞ്ച് വരുന്നതാണ് രണ്ടാമത്തെ ഈ കണ്ടെയ്നറിൽ കിടക്കുന്ന 4 എണ്ണം. ലൈറ്റ് കുറച്ച് കുറഞ്ഞ ഒരു ഏരിയയിലാണ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ അധികം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. പൊതുവേ നമ്മൾ പറയാറുള്ള ഇതുപോലെ നമ്മൾ പുതിയതായിട്ടൊക്കെ മീനുകളെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ പരമാവധി അവർക്ക് സ്ട്രെസ്സ് അടിപ്പിക്കാത്ത രീതിയിൽ നമ്മളവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവർ കിടന്നിരുന്ന ആംബിയൻസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ ആ ആംബിയൻസിലാണ് അവരിപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. പിന്നെ ഈ മൂന്നാമത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നത് പിങ്ക് ജയൻറ്റ് ഗൗരാമികളാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 2 ഇഞ്ചാണ്. 4 എണ്ണം കിടക്കുന്നുണ്ട്. എല്ലാ കണ്ടെയ്നറുകളിലും നമ്മൾ ചെറിയ അളവിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് മറ്റു അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇവരെ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാക്കി അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിങ്ക് ജയൻറ്റ് ഗൗരാമികളുടെ സൈസ് ഈ ഒരു ചെറിയ സൈസിൽ വൈറ്റ് കളർ തന്നെയായിരിക്കും. നമ്മൾ ഔട്ട്ഡോറൊക്കെ കൊണ്ടിട്ട് കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് കഴിയുമ്പോഴാണ് ഇവരുടെ ശരീരത്തിൽ ആ ഒരു പിങ്ക് കളർ കയറി വരുന്നത്. ബ്ലാക്ക് വെറൈറ്റി നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പുതിയതായിട്ട് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളെയൊന്നും വാങ്ങാത്തത്. നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് വെറൈറ്റി എല്ലാം കൂടി നമ്മൾ നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബ്ലാക്ക് കിടക്കുന്ന കണ്ടെയ്നറുകളിലെല്ലാം ഇവരെ മാറ്റാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ ബ്ലാക്കിനെയൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലുള്ള ടബ്ബുകളിലേക്കാണ് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ മാറ്റാനായിട്ട് പോകുന്നത്. ഈ അവസാനത്തെ കണ്ടെയ്നറിൽ കിടക്കുന്നത് രണ്ടും റെഡ് ടൈൽ ജയൻറ്റ് ഗൗരാമികളാണ്. നമ്മൾ ലാസ്റ്റ് ഫാമിൽ നിന്ന് വാങ്ങിയത് 2.5 ഇഞ്ച് വരുന്ന ചെറിയ സൈസിനെയായിരുന്നു. ഇതിനെ കുറച്ചും കൂടി സൈസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 ഇഞ്ചൊക്കെ ഏകദേശം സൈസ് വരുന്നുണ്ട്. ഇവർക്ക് മറ്റവരെക്കാളും കുറച്ച് സ്ട്രെസ്സ് കൂടുതലാണ്. നമ്മൾ വരുമ്പോഴൊക്കെ കൂടുതൽ പേടി കാണിക്കുന്നത് ഈ റെഡ് ടൈൽ ജയൻറ്റ് ഗൗരാമികളാണ്. അതുകൊണ്ട് ഇതിനെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ കുറച്ച് കെയർ കൂടുതൽ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സ്ട്രെസ്സ് അടിപ്പിക്കാതെ നോക്കുക എന്നുള്ളതാണ്. കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു സ്പേസിൽ വെക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ചെടികൾ പോലുള്ള സംഭവങ്ങൾ ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അത് മുകളിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഏകദേശം ഒരാഴ്ച കൊണ്ടൊക്കെ ഫുള്ളായിട്ട് അങ്ങ് അഡാപ്റ്റ് ആയിക്കോളും. ഇവരെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.